Good morning and welcome to the lecture Right to Constitutional Remedies. So in this class we are going to discuss about fundamental rights, final part, right to constitutional remedies. Okay, so we can start. Right to constitutional remedies is a very significant part of fundamental rights. That's why Dr. Ambedkar called it as the heart and soul of the constitution. And because what is the importance of fundamental right to constitutional remedies? Because just a declaration of fundamental rights in the constitution is meaningless. വെറും ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മെഷീനറി കൂടി ഉള്ളപ്പോഴാണ് അതിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത്. സോ വിതൗട്ട് fundamental without these uh, remedies, the fundamental rights become meaningless. So hence Article 32 confers the right to remedies for the enforcement of the fundamental rights of an aggrieved citizen. In other words, the right to get the fundamental rights protected is itself a fundamental right. So this makes the fundamental rights real. So that is why Dr. Ambedkar called Article 32 as the most important article of the Constitution. An article without which this Constitution would be a nullity. It is the very soul of the Constitution and the very heart of it. The Supreme Court has ruled that Article 32 is a basic feature of the Constitution, hence it cannot be abridged or taken away even by way of amendment to the Constitution. So, basic feature, basic structure ഡോക്ട്രീനുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കേസുകളുണ്ടായി നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ആ ഒരു ബേസിക് സ്ട്രക്ചർ ഡോക്ട്രീന്റെ കൂടി ഭാഗമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 32 ഒരു ബേസിക് ഫീച്ചറിന്റെ ഭാഗമായി വെക്കുകയും അതിനെ അമെൻഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക ആർട്ടിക്കിളായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് contains the following 4 provisions. So the first one is the right to move the Supreme Court by appropriate proceedings for the enforcement of a fundamental rights is guaranteed. So ഒരു വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള റൈറ്റ് നൽകുന്നു എന്നുള്ളതാണ് ആർട്ടിക്കിൾ 32ന്റെ പ്രത്യേകത. Secondly, the Supreme Court shall have power to issue directions or orders or writs for the enforcement of any of the fundamental rights. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് റിട്ട് പുറപ്പെടുവിക്കുന്നുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. The writs issued by the Supreme Court includes habeas corpus, mandamus, prohibition, certiorari, and quo warranto. And thirdly, Parliament can empower any other court to issue directions, orders, and writs of all kinds. However, this can be done without prejudice to the above powers conferred on the Supreme Court. So, പാർലമെന്റിന് മറ്റേതെങ്കിലും കോടതിയെ ഇത്തരത്തിൽ റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം നൽകാവുന്നതാണ്. പക്ഷേ അങ്ങനെ നൽകുമ്പോൾ സുപ്രീം കോടതി നൽകുന്ന അധികാരത്തെ പ്രെജുഡൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒരു മുൻവിധിയോടെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നെഗറ്റീവ്ലി കണ്ടുകൊണ്ട് അത് സുപ്രീം കോടതിയുടെ വിധിയിൽ വിശ്വാസമില്ലാത്ത പോലെയുള്ള തരത്തിലുള്ളൊരു സമീപനമാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. എനി അതർ കോർട്ട് ഹിയർ ഡസ് നോട്ട് ഇൻക്ലൂഡ് ഹൈക്കോർട്ട്സ്. ഹൈക്കോർട്ട്സ് അതിൽ ഉൾപ്പെടുന്നില്ല. ഏതെങ്കിലും കോടതി എന്നുള്ളതിൽ ഹൈക്കോടതി ഉൾപ്പെടുന്നില്ല. കാരണം ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് പാർലമെന്റ് ഏതെങ്കിലും ഒരു കോടതിയെ ചുമതലപ്പെടുത്തുന്നു എന്ന് പറയുന്നതിൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതി ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരത്തിൽ വരുന്നത് കൊണ്ട് അതിൽ ഹൈക്കോടതി വിടുന്നില്ല. സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ അല്ലാതെ മറ്റേതോ കോടതി എന്നുള്ളതാണ് അവിടെ മീൻ ചെയ്യുന്നത്. പക്ഷെ ഇന്നേ വരെ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. The right to move the Supreme Court shall not be suspended except otherwise provided by the Constitution. So the right to move the Supreme Court ഒരു വ്യക്തിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അധികാരമാണ് റിട്ട് നൽകുന്നത്. പക്ഷേ മീൻസ് ആർട്ടിക്കിൾ 32 നൽകുന്നത് അങ്ങനെ ആർട്ടിക്കിൾ 32 നൽകുന്ന അധികാരത്തിന് വേണ്ടിയിട്ട് പോകാനുള്ള ഒരാളുടെ റൈറ്റിനെ ഒരിക്കലും സസ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. Thus the Parliament can
Thus, the Constitution provides the President can suspend the right to move any court for the enforcement of the fundamental rights during a national emergency. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയാതെ വരും. അത് അപ്പോൾ ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അധികാരം ഒരിക്കലും തടയാൻ പാടില്ല എന്ന് പറയുമ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ടെങ്കിൽ ആവാം. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കിൾ 359 പ്രകാരം പ്രസിഡന്റ് എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ക്ലോസ് നിലനിൽക്കുന്നതിനാൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അത് അനുവദനീയമാണ് എന്നുള്ളതാണ്. സോ അപ്പൊ അവിടെ ഒരു സുപ്രീം കോടതിക്ക് ഒരിക്കലും അത് സസ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് പ്രത്യേക സാഹചര്യത്തിൽ മാത്രം, അതായത് ഈ പറയുന്ന ആർട്ടിക്കിൾ 359 when it is in operation അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ അത് പ്രാബല്യത്തിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ്. So it is clear that Supreme Court has been constituted as the defender and guarantor of the fundamental rights of the citizen. It has been vested with the original and wide powers for that purpose. അപ്പം നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ് സുപ്രീം കോടതിക്ക് പ്രതിരോധിക്കാനും അതേ കണക്ക് ഗ്യാരണ്ടി നൽകാനും ഉറപ്പ് നൽകാനും ഓരോ സിറ്റിസന്റെയും മൗലിക അവകാശത്തെ സംരക്ഷിക്കാനും ഉറപ്പിക്കാനുള്ള അധികാരമുള്ള അല്ലെങ്കിൽ ഒറിജിനൽ ആൻഡ് വൈഡ് പവേഴ്സ് ഉള്ളൊരു സിസ്റ്റമാണ് സുപ്രീം കോർട്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ ഒറിജിനൽ ആൻഡ് വൈഡ് പവേഴ്സ് മീൻസ് original because an aggrieved citizen can directly go to the Supreme Court, not necessarily by way of appeal. ഒരു കീഴ്ക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ട് അതിൽ അനുകൂലമായ വിധി ഉണ്ടാവാത്ത പക്ഷം ഉയർന്ന കോടതി സമീപിക്കാം അപ്പീൽ മുഖാന്തരം. ആ ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ ഉള്ളത്. ഒരു വ്യക്തിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഡയറക്ട്ലി ഗോ ടു സുപ്രീം കോർട്ട് എന്നുള്ള ഒരു പ്രൊവിഷൻ നിലനിൽക്കുന്നതിനാൽ അത് ഒറിജിനൽ ആണ്. ഒറിജിനലി ഹി ക്യാൻ ഗോ ടു ദ സുപ്രീം കോർട്ട്. സോ ആ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു റൈറ്റ് ഒരു പ്രൊവിഷൻ ആയത് നിലനിൽക്കുന്നതാണ്. ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഈസ് വൈഡ് ബിക്കോസ് ഇറ്റ്സ് പവർ ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ഇഷ്യൂയിങ് ഓഫ് ഓർഡേഴ്സ് ഓർ ഡയറക്ഷൻ ബട്ട് ഓൾസോ റിട്സ് ഓഫ് ഓൾ കൈൻഡ്സ്. അപ്പം ജസ്റ്റ് ഒരു ഓർഡർ നൽകുക അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ നൽകുക, അതിനും അപ്പുറത്തേക്ക് റിട്ട് വരെ പ്രകടിപ്പിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട്. അപ്പം വിശാലമായ ഒരു അധികാരം കൂടിയാണ് സുപ്രീം കോടതിക്ക് റിട്ട് നൽകുന്നത് എന്നുള്ളത് കൂടിയാണ് എടുത്തു പറയേണ്ടത്. The purpose of Article 32 is to provide guaranteed, effective, expeditious, inexpensive and summary remedy for the protection of the fundamental rights. Only the fundamental rights guaranteed by the Constitution can be enforced under Article 32 and not any other right like non-fundamental constitutional rights, statutory rights, customary rights and so on. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ മാത്രമാണ് ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയുക. അതുപോലെ നോൺ ഫണ്ടമെന്റൽ റൈറ്റ്സോ അല്ലെങ്കിൽ ഭരണഘടന നൽകുന്ന മറ്റേതെങ്കിലും റൈറ്റ്സിലോ മീൻസ് ലീഗൽ റൈറ്റ്സ്, റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ലീഗൽ റൈറ്റ് ആണല്ലോ. സോ അതുപോലെ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്സ്, പാർലമെന്റോ നിയമസഭകളോ പാസ്സാക്കുന്ന അധിക അവകാശങ്ങൾ, അതല്ലെങ്കിൽ കസ്റ്റമറി റൈറ്റ്സ്, ആചാരപ്രകാരമുള്ള അവകാശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും ഈ ഒരു ക്ലോസിന്റെ പേരിൽ ഒരു റിട്ടിന്റെ ആവശ്യത്തിനായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അതുപോലെ ദ വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് sine qua non for the exercise of the right conferred by Article 32. In other words, the Supreme Court under Article 32 cannot determine a question that does not involve fundamental rights. Article 32 cannot be invoked simply to determine the constitutional of an executive order of a legislature unless it directly infringes any of the fundamental rights. അപ്പോൾ സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരം തീരുമാനിക്കാൻ കഴിയില്ല അത് ഡസ് നോട്ട് ഇൻവോൾവ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല സുപ്രീം കോടതിക്ക്. ദാറ്റ് മീൻസ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിന്റെ ഒരു ആക്ഷൻ പോലും ഒരാളുടെ ഒരു റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലാത്ത പക്ഷം അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർട്ടിക്കിൾ 32 പ്രകാരം ക്വസ്റ്റ്യൻ ചെയ്യാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, the jurisdiction of the Supreme Court is original but not exclusive. സുപ്രീം കോർട്ടിന് ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയിലേക്ക് ഒരു വ്യക്തിക്ക് ഒരു പൗരന് ഡയറക്ട്ലി പോകുവാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ അത് സുപ്രീം കോടതിക്ക് മാത്രം നൽകുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ അല്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് കൺകറന്റ് വിത്ത് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി ഹൈക്കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 226. ഏതൊരു വ്യക്തിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം he can go directly to the high court. ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ വരുന്ന സാഹചര്യത്തിൽ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്കുമുണ്ട്. പക്ഷേ
അത്തരമുള്ള ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ മാത്രമേ സമീപിക്കാവൂ എന്നൊരു സിറ്റുവേഷൻ നിലനിൽക്കാത്തതിനാൽ എക്സ്ക്ലൂസീവ് ആണ് സുപ്രീം കോടതിക്കുള്ള റൈറ്റ് എന്ന് പറയാൻ കഴിയില്ല. Original powers in the High Court to issue direction orders and writs of all kinds to the enforcement of the fundamental rights. So, High Court, all High Courts also have the right, this provision under Article 226. So, it means when the fundamental rights of a citizen are violated, the aggrieved party has the option of moving either the High Court or Supreme Court directly. ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഹൈക്കോടതിയിലേക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കോ പോകാനുള്ള റൈറ്റ്, ഏതെങ്കിലും ഒരു റൈറ്റ് തിരഞ്ഞെടുക്കാം. അവിടെ സുപ്രീം കോടതിയിലേക്കാണ് പോകുന്നതെങ്കിൽ ആർട്ടിക്കിൾ 32 ബാധകമാണ്, ഹൈക്കോടതിയിലേക്കാണ് പോകുന്നതെങ്കിൽ ആർട്ടിക്കിൾ 226 ബാധകമാണ്. Since the right guaranteed by Article 32, that means the right to move the Supreme Court where a fundamental right is infringed is in itself a fundamental right. The availability of alternate remedy is not barred to relief under Article 32. So, ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് സുപ്രീം കോടതിയിൽ പോവുക എന്നുള്ളത്, അത് ഒരിക്കലും തടയപ്പെടാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോയി കൂടെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെന്ന് സുപ്രീം കോടതിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല. കാരണം അത് എക്സ്ക്ലൂസീവായ ഒരു വ്യക്തിക്ക് നൽകുന്ന അവകാശമാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള റൈറ്റ് നിലനിൽക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് 226 പ്രകാരം ഹൈക്കോടതിയിൽ പോയിക്കൂടാ എന്ന് ചോദ്യം ചോദിക്കാൻ കഴിയില്ല. കാരണം അത് പൗരന്റെ ചോയ്സ് ആണ് എന്നുള്ളതാണ്. However, the Supreme Court has ruled that where relief through High Court is available under Article 226, the aggrieved party should first move the High Court. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു റൂളിംഗ് സുപ്രീം കോടതി കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഗോ ടു ഹൈക്കോർട്ട് എന്നുള്ളതാണ്. കാരണം plenty of cases will go to the Supreme Court and അതിൻ്റെ ഒരു വലിയൊരു വർക്ക് ലോഡ് സുപ്രീം കോർട്ടിൽ ഉള്ളതിനാൽ അവർ ഡയറക്ട്ലി ഹൈക്കോടതിയിലേക്ക് പോകാനുള്ളൊരു ഡയറക്ഷൻസ് ആണ് കൊടുക്കാറുള്ളത്. മാത്രമല്ല മിക്കപ്പോഴും ഒരു സാധാരണ പൗരന് ഒരിക്കലും സുപ്രീം കോടതിയിലേക്ക് ഒരു കേസ് ഡയറക്ട്ലി കൊണ്ടുപോകാൻ കഴിയില്ല സാധാരണഗതിയിൽ, സാധാരണ പൗരന്മാർക്ക്. കാരണം ഓരോ സിറ്റിങ്ങിലും ലക്ഷങ്ങളാണ് അവിടെ അഡ്വക്കേറ്റ്സിന് വേണ്ടി വരിക. അപ്പം സ്വാഭാവികമായും ഒരു സാധാരണ പൗരന് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പോസിബിലിറ്റി 226 പ്രകാരം ഹൈക്കോടതിയിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, റൈറ്റ്സ്. Supreme Court under Article 32 and the High Courts under Article 226 can issue the writs of habeas corpus, mandamus, prohibition, certiorari, and quo warranto. Further, the Parliament under Article 32 can empower any other court to issue these writs. But since no such provision has been made so far, only the Supreme Court and the High Courts can issue the writs and not any other court. So, ഇതുവരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. Before 1950, only the High Courts of Calcutta, Bombay, and Madras had the power to issue the writs. But Article 226 now empowers all the High Courts to issue the writs. The writ jurisdiction of the Supreme Court differs from that of High Court in 3 respects. അപ്പം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ 226 പ്രകാരവും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ സുപ്രീം കോടതിയുടെ അധികാരവും ഹൈക്കോടതിയുടെ അധികാരവും തമ്മിൽ 3 തലത്തിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. First one, Supreme Court can issue writs only for the enforcement of fundamental rights, whereas a High Court can issue writs only for the enforcement of fundamental rights, but also for any other purpose. Fundamental rights directly ബാധിക്കുമ്പോൾ മാത്രമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതെങ്കിൽ മറ്റേതെങ്കിലും ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ഒരു ലീഗൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ എങ്കിലും അതിലും റിട്ട് പുറപ്പെടുവിക്കുവാൻ, പർപ്പസ് മറ്റൊന്നാണെങ്കിൽ പോലും റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തത്. Secondly, Supreme Court can issue writs against a person or government throughout the territory of India. A High Court can issue writs against a person residing or against a government or authority located within its territorial jurisdiction only or outside its territorial jurisdiction only if the cause of action arises within its territorial jurisdiction. Thus, the territorial jurisdiction of the Supreme Court for the purpose of issuing writs is wider than that of a High Court. So, സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് ഒരു ആക്ഷൻ ആണെങ്കിലും ഈവൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ആക്ഷൻ ആണെങ്കിലും അതൊരു ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നു എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ആ ഗവൺമെന്റിനെതിരെ, അത് ഈവൻ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് ഒരു ബംഗാൾ
ബംഗാളിലെ വ്യക്തിയാണെങ്കിലും ഈവൻ കേരളത്തിലെ വ്യക്തിയാണെങ്കിലും കർണാടകയിലെ വ്യക്തിയാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ അത് പോസിബിൾ വാലിഡ് ആണ്. അതേസമയം ഹൈക്കോടതിയുടെ കേസിൽ ഫോർ എക്സാമ്പിൾ കേരള ഹൈക്കോടതിയുടെ പരിധിയിലുള്ള ഒരു ഇഷ്യൂവിൽ മാത്രമേ കേരള ഹൈക്കോടതിയിലേക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയൂ. ആ ഒരു ഇഷ്യൂ ഉണ്ടായത് ഹൈക്കോടതിയുടെ ജുറിസ്ഡിക്ഷനിലാണെങ്കിലും സംഭവിക്കും. അതിനുശേഷം ആ വ്യക്തി മറ്റു സ്റ്റേറ്റിലേക്ക് കടന്നു കളഞ്ഞെങ്കിലും ആ ഇഷ്യൂ കോസ് ഓഫ് ആക്ഷൻ നടക്കുന്നത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിലായതുകൊണ്ട് ആ കേസിൽ ആ വ്യക്തിക്കെതിരെ ഇപ്പൊ ഒരു കർണാടകയിലെ സിറ്റിസൺ ഇവിടെ വന്നൊരു ഇഷ്യൂ ഉണ്ടായി, അദ്ദേഹത്തിനെതിരെ റിട്ട് പുറപ്പെടുവിക്കുന്നു. അതേസമയം അദ്ദേഹം തിരിച്ച് കർണാടകയിൽ പോയാലും ഈ റിട്ട് അദ്ദേഹത്തിന് ബാധകമാണ്. കാരണം ആ കോസ് ഓഫ് ആക്ഷൻ നടന്നിട്ടുള്ളത് കേരള ഹൈക്കോടതിയുടെ പരിധിയിലാണ് എന്നുള്ളത്. അപ്പം ഒരു ഹൈക്കോടതിയുടെ അധികാര പരിധി ഈ ഒരു ജൂറിസ്ഡിക്ഷന്റെ ആ ഒരു അധികാര പരിധിയും സുപ്രീം കോടതിയുടെ അധികാര പരിധിയും റിട്ട് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ രണ്ടാണ്. ഓക്കെ, സോ സുപ്രീം കോടതിയുടെ അധികാര പരിധി കൂടുതൽ വൈഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. Thirdly, a remedy under Article 32 is in itself a fundamental right, and hence the Supreme Court may not refuse to exercise its jurisdiction. On the other hand, a remedy under Article 226 is discretionary, and hence a High Court may refuse to exercise its jurisdiction. Article 32 ഒരു fundamental rights itself a fundamental rights, so Supreme Court may not refuse to exercise its jurisdiction. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ് ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ ഒരു വ്യക്തി ഡയറക്ട്ലി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം സുപ്രീം കോടതിയുടെ ഭാഗമാണ്, സുപ്രീം കോടതി ചെയ്യാൻ ബാധ്യസ്ഥമാണ്. കാരണം അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഒരു സിറ്റിസന്റെ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 226 ഡിസ്ക്രിഷണറി ആണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിക്ക് ആ 226 പ്രകാരം ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കാൻ വേണ്ടി ഒരു പൗരൻ ആശ്രയിച്ചാൽ അപ്രോച്ച് ചെയ്താൽ അവിടെയും അത് എക്സസൈസ് ചെയ്യേണ്ട ബാധ്യത ഹൈക്കോടതിക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യത്തിലും രണ്ടുപേർക്കും റിട്ട് പുറപ്പെടുവിക്കാം. പക്ഷെ ഇവിടുത്തെ ഒരു പ്രോബ്ലം ഹൈക്കോടതിയുടെ കേസിൽ അത് ഡിസ്ക്രിഷണറി ആണ്. ഹൈക്കോടതിക്ക് വ്യക്തിപരമായി തീരുമാനിക്കാം ഈവൻ ആ റിട്ട് സ്വീകരിക്കണോ അല്ലെങ്കിൽ റിട്ട് ഇഷ്യൂ ചെയ്യണോ വേണ്ടെന്നുള്ളത്. കാരണം അത് 226 പെടുന്നതാണ്. ബട്ട് ആർട്ടിക്കിൾ 32 പ്രകാരം ഉള്ള റിട്ട് പുറപ്പെടുവിക്കേണ്ടത് സുപ്രീം കോടതിക്ക് ബാധ്യസ്ഥമാണ്. കാരണം സുപ്രീം കോടതി അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമാണ്. അതേസമയം അത്രയും വാലിഡിറ്റി ആർട്ടിക്കിൾ 226 പ്രകാരം ഒരു പൗരന് കിട്ടുന്നില്ല. കാരണം അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമല്ല എന്നുള്ളത് കൊണ്ട്. പക്ഷെ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം ഹൈക്കോടതിക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതേസമയം പക്ഷെ അതൊരു വ്യക്തിക്ക് ഇൻസിസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തി നിർബന്ധമായും റിട്ട് പുറപ്പെടുവിക്കണം എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമല്ലല്ലോ 226. അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസമാണ് ഫൈനലി പറയാനുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും സുപ്രീം കോടതി ഈസ് ദസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് എ ഡിഫൻഡർ ആൻഡ് ഗ്യാരണ്ടി ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് writ is habeas corpus. Habeas corpus is a Latin term which literally means to have the body of that it is an order issued by the court to a person who has detained another person to produce the body of the latter before it. So ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ തടവിൽ വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഒരു വ്യക്തിയെ അന്യായമായി തടവിൽ വെക്കുകയാണെങ്കിലോ ആ വ്യക്തിയെ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ആൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ വ്യക്തി എന്നുള്ളത് ബ്രിങ് ദ ബോഡി എന്ന് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ പ്രൊഡ്യൂസ് ദ ബോഡി മീൻസ് when a person arrested or he is in illegal custody within 24 hours, അതായത് ഒരു കസ്റ്റഡിയിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ 24 hours-നുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്നാണ് നിയമം. പക്ഷേ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ഇല്ലീഗലി ആണെങ്കിൽ, അല്ലെങ്കിൽ നിയമപ്രകാരം അല്ലാതെ അല്ലെങ്കിൽ ആരും അറിയാതെ ആണെങ്കിൽ പ്രത്യേകിച്ചും അവിടെ ഹേബിയസ് കോർപ്പസ് മിക്കപ്പോഴും സമർപ്പിക്കാറുണ്ട്. സോ ദ ലോക്കസ് സ്റ്റാൻഡി ക്യാൻ ഫയൽ ദ പെറ്റീഷൻ ഫോർ ദ അഫക്റ്റഡ് പേഴ്സൺ. ആ വ്യക്തിക്ക് ഒരിക്കലും തന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തതിന് പോകാൻ കഴിയില്ല. സോ ദ ലോക്കൽ സ്റ്റാൻഡി വിൽ ഗോ ടു ദ സുപ്രീം കോർട്ട് or to the High Court under Article 226 and can file the petition. So എന്നുള്ളതാണ്. അപ്പം നോർമൽ കേസിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന അഫക്റ്റഡ് പേഴ്സൺ ആണ് പോകുന്നതെങ്കിൽ ഇവിടെ അഫക്റ്റഡ് പേഴ്സണ് പകരം ബൈ ലോക്കൽ സ്റ്റാൻഡി ആണ് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, റിട്ട് ഓൺ ദി അതർ ഹാൻഡ് ഈസ് നോട്ട് ഇഷ്യൂഡ് വെയർ. പക്ഷേ ഈ ഒരു ഏതെങ്കിലും വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നോർമലി നിയമപ്രകാരം ലോഫുള്ളി ആയിട്ട് ഡിറ്റൻഷനിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും അയാളെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ കഴിയില്ല. ദ പ്രൊസീഡിങ്സ് ഈസ് ഫോർ കോണ്ടംപ്റ്റ് ഓഫ് ലെജിസ്ലേച്ചർ ഓർ എ കോർട്ട്, അല്ലെങ്കിൽ ഒരു നിയമപരമായ ഒരു നിയമസഭയുടെ തീരുമാനപ്രകാരമുള്ള അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനപ്രകാരമുള്ള ഒരു പ്രൊസീഡിങ്സിന്റെ ഭാഗമാണെങ്കിൽ അതിനെതിരെ റിട്ട് സമർപ്പിക്കാൻ കഴിയില്ല. അതുപോലെ ഡിറ്റൻഷൻ ഈസ് ബൈ എ കോമ്പിറ്റന്റ് കോർട്ട്, ഏതെങ്കിലും ഒരു കോടതി ഡിക്ലെയർ ചെയ്തിട്ടാണ് അദ്ദേഹത്തെ തടവിൽ കൊണ്ടുപോകുന്നതെങ്കിൽ അതും കഴിയില്ല. അതുപോലെ ഡിറ്റൻഷൻ ഈസ് ഔട്ട്സൈഡ് ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി കോർട്ട്. ഇപ്പം കർണാടകയിലെ ഒരു ഇല്ലീഗൽ കസ്റ്റഡിയാണ്, അത് കർണാടകയിലെ കേസാണ്, പക്ഷേ ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ റിട്ട് ഒരിക്കലും കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു ജൂറിസ്ഡിക്ഷനിലല്ല, കേരള ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലല്ല ആ കേസ് വരുന്നതുള്ളതുകൊണ്ട് ഒരിക്കലും കേരള ഹൈക്കോടതിക്ക് അതിൽ ഇടപെടാൻ കഴിയുന്നില്ല. ഈ കാര്യങ്ങളാണ് ഹേബിയസ് കോർപ്പസിൽ ഒരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നത്. Second writ is mandamus. It literally means weak command. That means we can also split the words mandamus. So weak command, the word is here in the word itself, mandamus. So weak command. Command issued by the court to a public official asking him to perform his official duties that he has failed or refused to perform. It also be issued against any public body, a corporation and an inferior court, a tribunal or government for the same purpose. Government or public official is not working properly or not giving service to the affected person, and the court then the court can order him to do the work properly. And the same case also the court can issue order against a government body, a corporation, and to a inferior court or a tribunal. So ഇതേ പർപ്പസിന് വേണ്ടി റിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ the writ of mandamus cannot be issued against private individual or body. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഒരാൾ ജോലി ചെയ്യുന്നില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കലും റിട്ട് സമർപ്പിക്കാൻ കഴിയില്ല. To enforce departmental instruction that does not possess statutory force. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു താഴ്ന്ന നിലയിൽപ്പെട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് മറ്റൊരു ഉദ്യോഗസ്ഥൻ പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പോയി, അല്ലെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ സിറ്റുവേഷൻ വരുന്നില്ല എങ്കിലും അത് നിയമപ്രകാരം അയാൾ ചെയ്യേണ്ട ജോലിയല്ല, അയാളുടെ ചുമതലയിൽ പെടാത്തൊരു ജോലിയാണ് അയാൾ ചെയ്യണമെന്ന് പറഞ്ഞുള്ള നിർബന്ധത്തോടെ പോകാൻ കഴിയില്ല. കാരണം സ്റ്റാറ്റ്യൂട്ടറിലി അയാൾ ചെയ്യേണ്ട വർക്ക് മാത്രമേ അയാൾക്ക് ചെയ്യേണ്ടതുള്ളൂ. സോ അതുപോലെ when the duty is discretionary and not mandatory. When the duty is discretionary and not mandatory. ഇപ്പം ഒരു ജില്ലാ കളക്ടർ അദ്ദേഹത്തിന്റെ ചുമതലയിൽ പെടാത്തൊരു കാര്യം അദ്ദേഹത്തിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പം മറ്റൊരു വ്യക്തി കളക്ടർ ഈ ഒരു ജോലി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കളക്ടർ ചെയ്യേണ്ട വിവേചനപരമായി അയാൾ എടുക്കേണ്ട ഒരു തീരുമാനത്തെ അയാൾ ചെയ്യുന്നില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എടുക്കാൻ പറ്റും. കാരണം കളക്ടർക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക, അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്, മാൻഡേറ്ററി അല്ല, നിയമപരമായി അയാൾ ചെയ്യേണ്ടതല്ല, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറിലി അയാൾ ചെയ്യേണ്ടതല്ല. അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ, അദ്ദേഹത്തിന് വിവേചനം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ആ ഒരു കേസിൽ ഇടപെട്ടാൽ മതി. എന്നിരിക്കെ അതിനെതിരെ അല്ലെങ്കിൽ വിവേചനമായി നിൽക്കുന്ന അധികാരത്തിനെതിരെ ഒരിക്കലും മാൻഡമസ് സമർപ്പിക്കാൻ കഴിയില്ല. ടു എൻഫോഴ്സ് എ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ, തീർച്ചയായും ഒരു കോൺട്രാക്ട് പ്രകാരമുള്ള എഗ്രിമെന്റ് പ്രകാരമുള്ള വർക്കുകൾ ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ ചെയ്യുന്നില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുക്കാൻ കഴിയില്ല. അഗേൻസ്റ്റ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓർ സ്റ്റേറ്റ് ഗവർണേഴ്സ്, അല്ലെങ്കിൽ പ്രസിഡന്റ് ഒരു വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഗവർണേഴ്സ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാൻ കഴിയില്ല. അഗേൻസ്റ്റ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട് ആക്ടിംഗ് ഇൻ ജുഡീഷ്യൽ കപ്പാസിറ്റി. സോ ഇതൊക്കെയാണ് അതിനകത്തുള്ള exceptions. So prohibition means to forbid. It is issued by a high court to a lower court or tribunal to prevent the latter from exceeding its jurisdiction or usurping a jurisdiction that it does not possess. ഒരു കീഴ്ക്കോടതി ആ അധികാരത്തിൽ പെടാത്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉയർന്ന കോടതിക്ക് അത് ഭൂഷണമല്ല, ആ കീഴ്ക്കോടതി ആ കേസിൽ ഇടപെടുന്ന ഭൂഷണമല്ലെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പുറപ്പെടുവിക്കുന്നതാണ് പ്രൊഹിബിഷൻ. മാൻഡമസ് വി കമാൻഡ്, ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നതെങ്കിൽ പ്രൊഹിബിഷൻ ചെയ്യരുത് എന്ന് പറയുന്നതാണ്. സോ പ്രൊഹിബിഷൻ ഈസ് inactivity, whereas mandamus is for activity. And writ of prohibition can be issued only against judicial and quasi-judicial authorities. It is not available against administrative authorities, legislative bodies and private individuals or bodies എന്നുള്ളതാണ്. അതുപോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ കരുണാനിധി ജയലളിത കേസ് ചെന്നൈ മദ്രാസ് ഹൈക്കോടതിയാണ് കേൾക്കുന്നതെങ്കിൽ അത് സ്വാധീനിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ കേസ് ബാംഗ്ലൂർ ഹൈക്കോടതിയിലേക്ക് മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സുപ്രീം കോടതിയിൽ റിട്ട് സമർപ്പിക്കുകയും സുപ്രീം കോടതി ആ കേസ് ബാംഗ്ലൂർ ഹൈക്കോടതിയിലേക്ക് മാറ്റുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കാരണം അവിടെ പ്രൊഹിബിറ്റ് ചെയ്യുകയാണ്, ചെന്നൈ ഹൈക്കോടതി പ്രൊഹിബിറ്റ് ചെയ്യുന്നു കേസ് കേൾക്കാതിരിക്കാൻ, അതിനെ അങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്തു. അപ്പം ഇത്തരത്തിലൊരു സാഹചര്യം
ത്തിലൊക്കെയാണ് ഇത്തരം റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് അവൈലബിൾ അഗൈൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്, ജുഡീഷ്യൽ ബോഡീസിനെതിരെയാണ്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിനെതിരെ, ലെജിസ്ലേറ്റീവ് ബോഡീസിനെതിരെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയോ ഈ റിട്ട് പുറപ്പെടുവിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ. Certiorari means to be certified or to be informed. It is issued by a high court to a lower court or tribunal either to transform a case pending with the latter to itself or quash the order for the latter in a case. Thus, prohibition, preventive, certiorari, both preventive and curative. Certiorari, judicial and quasi-judicial bodies, judicial and quasi-judicial bodies എതിരെയാണ് certiorari പുറപ്പെടുവിച്ചിരുന്നത്. എന്നാൽ 99 മുതൽക്ക് in 1991, Supreme Court ruled that the certiorari can be issued against administrative authorities also. Administrative authorityക്കെതിരെയും certiorari പ്രവർത്തിക്കുക എന്നുള്ളത് റൂളിംഗ് ഉണ്ട് if it affects fundamental rights. So സാധാരണഗതിയിൽ certiorari പറയുന്നത് to be certified, the highest court directs the lower court to transfer the evidence or details to the highest court to certify എന്നാണ്. Like prohibition, it is also not available against administrative authorities, legislative bodies, and private individuals or bodies. Okay. Finally, quo warranto. It literally means by what authority or warrant. It is issued by the court to inquire into the legality of a claim of a person to public office, hence it prevents illegal assumption of public office by a person. The writ can be issued only in case of substantive public office, a permanent character created by a statute or by the constitution. It cannot be issued in case of a ministerial office or a private office. ഏതെങ്കിലും ഒരു ഓഫീസിൽ ഒരു വ്യക്തിയെ നിയമിക്കുകയാണ്, ഒരു യോഗ്യതയില്ലാത്തൊരു വ്യക്തിയെ നിയമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ എന്ത് അർത്ഥത്തിലാണ് അവിടെ നിയമിച്ചത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിക്കുന്ന റിട്ടാണ് quo warranto. പുറപ്പെടുവിക്കുന്ന റിട്ടാണ് quo warranto. A public official holding a post without qualification, we can file a case by questioning by what right he holding the post. So the court will ask him, they should give satisfactory explanation to the government, to the court. So normally the petition is filing against political post, meaning ഏതെങ്കിലും ഒരു പൊളിറ്റിക്കലി അപ്പോയിന്റ്മെന്റ് ചെയ്ത് പെർമനന്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് വരികയാണെങ്കിലാണ്, അല്ല താൽക്കാലികമായ നിയമനത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു മിനിസ്റ്റീരിയൽ ആയിട്ടുള്ള ഓഫീസ് സംവിധാനങ്ങൾക്കെതിരെ ഈ റിട്ട് ഒരിക്കലും സമർപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. Unlike the other four writs, this can be sought by any interested person. So മറ്റു റിട്ടുകൾക്ക് അഫക്റ്റഡ് പേഴ്സൺ ആണ്. ഹേബിയസ് കോർപ്പസിൽ അഫക്റ്റഡ് പേഴ്സണ് പകരം ലോക്കൽ സ്റ്റാൻഡ് ഫയൽ ചെയ്യുന്നു. ബാക്കിയുള്ള റിട്ടുകൾക്കെല്ലാം അഫക്റ്റഡ് പേഴ്സൺ ആണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഏതൊരു വ്യക്തിക്കും, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏത് വ്യക്തിക്കും ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഓക്കെ, താങ്ക് യു.